ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാധാനീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സർവ്വസന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് പ്രത്യേകമായ സ്ഥലകാല മാസ വർഷ ദിവസ വ്യത്യാസമില്ലാതെ എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, നിർണയിക്കുന്ന, നിയന്ത്രിക്കുന്ന സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് സമ്പൂർണമായി വഴിപ്പെട്ട് വിശുദ്ധി നേടിയെടുക്കുന്ന, സൽക്കർമ്മ നിരതമായി ജീവിക്കുന്ന ഉത്ബുദ്ധരായ വിശ്വാസികളിൽ ഉൾപ്പെടുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ബലിപെരുന്നാൾ ആഘോഷത്തിന് ശേഷം ജുമായിൽ പങ്കെടുക്കുകയാണ് നമ്മൾ. പരിശുദ്ധ ഹജ്ജ് കർമ്മം ഈ വർഷത്തേത് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്ര ബോധ്യം നമ്മിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നവോന്മേഷത്തോടു കൂടിയിട്ട് ആ ചരിത്ര പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിധാനത്തിലേക്ക് മാനസികമായി നമ്മൾ എത്തിയ സമയം കൂടിയാണ്. ഇന്നലെ ബലിപെരുന്നാളിന്റെ സന്ദേശത്തിൽ ഇബ്രാഹിമി മില്ലത്ത്, അതേപോലെ തന്നെ പുതിയ കാലത്ത് ഇസ്ലാമിക ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ പറയാതെ പോയ ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് പ്രബോധനവുമായി ദഅവത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചത് വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകളിലൂടെ അറിയിച്ച ആ ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംക്ഷിപ്ത ആലോചനയാണ് ഇന്നത്തെ ഖുതുബയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. പ്രബോധന പ്രവർത്തനത്തിൽ എക്കാലത്തും വിശ്വാസി സമൂഹത്തിന് പ്രബോധകർക്ക് മഹിത മാതൃകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഞാൻ കുടുംബത്തിൽ ഒറ്റക്കാണ്, സമൂഹത്തിൽ ഒറ്റക്കാണ്, പരിമിതമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമേ ഉള്ളൂ എനിക്ക്, ഞാൻ എന്ത് നിർവഹിക്കാനാണ്, ഈ ദീനിന്റെ സന്ദേശം ഏത് വിധത്തിൽ എത്തിക്കാനാണ് എന്ന് പലപ്പോഴും പരിഭവം പറയുന്ന ആളുകൾക്കൊക്കെയുള്ള ഒരു ഒറ്റമൂലിയാണ്
ഉത്തരമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദഅവത്ത്. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏറ്റെടുത്ത ദൗത്യം അങ്ങേയറ്റത്തെ ത്യാഗബോധത്തോടെ അർപ്പണബോധത്തോടെ നിർവഹിച്ച പ്രബോധകനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, സർവ്വ പ്രവാചകന്മാരും ഈ ദഅവത്ത് എന്ന ഉന്നതമായ ദൗത്യം നിർവഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ബാധ്യതയാണ് ദഅവത്തിൽ മുന്നിൽ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രകൃതി മതത്തെ ഗുണകാംക്ഷയോടെ ഹിക്മത്തോടെ കാലോചിതമായി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയർന്ന് ചിന്തിച്ച് എത്തിച്ചുകൊണ്ടിരിക്കുക എന്ന കർമ്മ മേഖലകളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയത്തിൽ ദഅവത്തുമായി ബന്ധപ്പെടുത്തി പടച്ചറപ്പ് അറിയിച്ചത് അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? അത് സ്വന്തത്തെ ആത്മഭാഷണം നടത്തി പടച്ചറപ്പിലേക്ക് വിളിക്കുന്ന വിളിയാണെന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബത്തിലും ഈ ദഅവത്തിന്റെ ഭിന്നഭാഗങ്ങളിൽ ഏറെ ഭംഗിയോടെ ഭക്തിയോടെ അവധാനതയോടെ നിർവഹിക്കപ്പെടേണ്ട മേഖലകളുണ്ട്. സമൂഹത്തിനകത്തും ഇത് നിർവഹിക്കേണ്ടതുണ്ട്. വിശിഷ്യ ഒരു റൂറൽ സൊസൈറ്റിയിൽ എങ്ങനെ ദഅവത്ത് നിർവഹിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. ഏതായിരുന്നാലും ആകാശഭൂമികൾക്കിടക്ക് ഒരു മുസ്ലിം മരിക്കുന്നതിന് മുമ്പ് നിർവഹിക്കേണ്ടതും നിർവഹിക്കാൻ നിർബന്ധമായി അറിയിക്കപ്പെട്ടതുമായ കർമ്മമാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഫളിനെ കുറിച്ച്, ശ്രേഷ്ഠതയെ കുറിച്ചാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാണ് എന്നാണ്. അപ്പൊ പല വാക്കുകളും പല വിഷയങ്ങളിൽ പലപ്പോഴായി പറയാറുള്ളവരാണ് നമ്മളെങ്കിൽ പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തപ്പെടേണ്ട ഇടങ്ങളിലെല്ലാം ആ പരിചയപ്പെടുത്തുന്ന വാക്കുകളാണ് ഈ ഭൂമിയിൽ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും നല്ല വാക്ക്. ആ വാക്ക് പറയുന്നതിന്റെ കൂടെ തന്നെ സൽക്കർമ്മ നിരതമായ ഒരു ജീവിതം കൂടി നമ്മുടെ കൂടെ ഉണ്ടാകണം. ദഅവത്ത് അങ്ങനെ നാം കൊണ്ടും സോഷ്യൽ മീഡിയകളിലും വാട്സപ്പുകളിലും അപങ്കുരം തുടരുകയും, എന്നാൽ ദഅവത്ത് എന്താണോ നിർവഹിക്കുന്നത് പറയുന്നത് എങ്കിൽ ആ പറയുന്ന ദീനിന്റെ ചിട്ടയാർന്ന ഇസ്ലാമിക ജീവിതം ഈ ഉമ്മത്തും പ്രബോധകരും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് ആത്മാവ് നഷ്ടപ്പെട്ട ദഅവത്തായി മാറും. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് പറയാൻ കഴിയണം, അങ്ങനെ പടച്ച റബ്ബിനെ അവന്റെ നാമം ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ദീനിന്റെ ഭാഗമായുള്ള കർമ്മങ്ങൾ നിരന്തരമായി നിർവഹിച്ച് അങ്ങനെ വിജയപ്പെടുന്ന മുസ്ലിമീങ്ങളിൽ ഞാനിതാ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലെ 125-ാമത്തെ ആയത്തിൽ പെർ പേഴ്സൺ എന്ന നിലക്ക് ഈച്ച് എവരി ഹ്യൂമൻ എസ്പെഷ്യലി ബിലീവേഴ്സ് വിശ്വാസികളോട് പ്രത്യേകിച്ച് പടച്ചറത്ത് ഉണർത്തി ഉത്ബോധിപ്പിക്കുകയാണ്. ഇത് ആരെങ്കിലും ഒക്കെ ഒരു പ്രത്യേക സമയത്ത് നിർവഹിക്കേണ്ടതാണോ? അല്ല എന്നാണ്. നീ നിന്റെ രക്ഷിതാവിലേക്ക്, നീ നിന്റെ റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം. യുക്തിദീക്ഷയോടെ, സതുപദേശത്തോടെ, നല്ല സതുപദേശത്തോടെ, ഗുണകാംക്ഷയോടെ, യുക്തിദീക്ഷയോടെ നിന്റെ റബ്ബിന്റെ സരണിയിലേക്ക്, മാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് നീ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കണം. സിംഗുലറായി ഓരോരുത്തരോടുമാണ് ഈ എന്നതിന്റെ കൽപ്പനാ ക്രിയയിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നമസ്കരിക്കുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്, പെരുന്നാൾ ആഘോഷിച്ചവരാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ഉലൂഹിയത്തിൽ പങ്കെടുത്തവരാണ്. ഇങ്ങനെ ഇസ്ലാം നിശ്ചയിച്ച പല കർമ്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, അതെല്ലാം നിർവഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത്. ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം സൂറത്തുൽ കൗസർ, നീ നമസ്കരിക്കണം. നമ്മൾ പെരുന്നാൾ നമസ്കരിച്ചു, അതല്ലാതെ നമസ്കാരവും ആ കൽപ്പന അനുസരിച്ച് നിർവഹിക്കുന്നവരാണ് നമ്മൾ. നീ പടച്ച റബ്ബിനെ ബലിയർപ്പിക്കണം, അത് നമ്മൾ ബലിയർപ്പിച്ചു, ഷെയർ ചേർന്നു.
അല്ലെങ്കിൽ ഒന്നിച്ചൊരു അറുത്തു ആ കൽപ്പനയിൽ നിറവേറ്റിയ ചാരിതാർത്ഥ്യമുണ്ട് എങ്കിൽ അതേ നമ്മോട് തന്നെയാണ് പടച്ചറബ് കൽപ്പനാക്രിയയിലൂടെ ആവശ്യപ്പെടുന്നത്. നീ ക്ഷണിക്കണം. അഥവാ വിശ്വാസികളുടെ നമ്മളെയൊക്കെ ബാധ്യതയാണ്. ഈ ആയത്ത് ഓതുന്നവരോട് പടച്ചറബ് സംസാരിക്കുകയാണ്. ഇനി ഹിക്മത്തോടുകൂടി മൗഇദത്തോടുകൂടിയിട്ട് പ്രബോധനം നടത്തിയിട്ടുള്ള പ്രവാചകനെ നിങ്ങൾ തേടുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ മാതൃകയുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ സമ്മതിക്കുകയും ചെയ്യണം. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിനോട് സംവദിച്ചത് വിശുദ്ധ ഖുർആനിലെ വിവിധ അധ്യായങ്ങളിൽ വ്യത്യസ്ത സൂക്തങ്ങളിലുണ്ട്. കുടുംബത്തിൽ നിന്ന് ദഅവത്ത് തുടങ്ങിയതിനെ കുറിച്ചും ആസർ എന്ന ബിംബത്തെ കുത്തിയുണ്ടാക്കിയ ആ നാട്ടിലെ പുരോഹിതനോട് വളരെ ഗുണകാംക്ഷയോടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പിതാവെന്ന പുരോഹിതനോട് സംസാരിക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ കഴിയും. ഇത് എത്തിച്ചുകൊണ്ടിരിക്കണം. തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആരൊക്കെയാണ് തെന്നിപ്പോകുന്നത്, വ്യതിചരിച്ചു പോകുന്നത് എന്ന് അള്ളാഹു അറിയാവുന്നതാണ്. നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുക, ഈ മെസ്സേജ് കൺവേ ചെയ്യുക, അത് അവങ്കുരം അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക, അതിന്റെ നൈരന്തര്യം ഉറപ്പുവരുത്തുക. അത് ഇബ്രാഹിം പാതയിൽ പ്രവാചകന്മാർ നിർവഹിച്ചതും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഒരേ ഒരു ഹജ്ജിൽ അറഫയിൽ നിന്നുകൊണ്ട് വിടവാങ്ങൽ ഭാഷണത്തിൽ ഈ ഉമ്മത്തിന് വസിയ്യത്തായി സാരോപദേശമായി കൈമാറിയിട്ടുള്ള വിഷയം കൂടിയാണ് അള്ളാഹുവിലേക്കുള്ള ക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ എത്തിയ ആളുകൾ ഇത് എത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ അവിടുത്തെ സംസാരം അവസാനിപ്പിക്കുന്നത്. ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കണേ എന്നാണ് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. 1,00,000-ൽ പരം സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും സാരോപദേശവും പ്രവാചകന്റെ വസിയത്തും കേൾക്കുന്നു എങ്കിൽ പിന്നീട് അതിന് ശേഷമുള്ള ചരിത്രത്തിൽ ജന്നത്തുൽ ബഖീഅയിൽ അവിടെ നമുക്ക് സഹാബികളുടെ പലരുടെയും കബറുകൾ കാണുവാൻ കഴിയുന്നില്ല. അവർ എവിടേക്കാണ് പോയത്? മക്കയുടെ പവിത്രതയും ആ മണ്ണിന്റെ മഹാത്മ്യവും മദീനയുടെ പവിത്രതയും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ പടച്ച റബ്ബിന്റെ റസൂല് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരമാനത്ത് എന്ന നിലക്ക് ബോധിപ്പിച്ച ദഅവത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഹാബാക്കളാം ആ വാക്ക് ഏറ്റെടുത്ത് യാത്ര തിരിച്ചു എന്നാണ്. എവിടേക്കാണോ ഒട്ടകം നിൽക്കുന്നത് എങ്കിൽ ആ ഭാഗത്തേക്കാണ് അവർ ഇറങ്ങിത്തിരിച്ചതും യാത്ര പോയതും എന്നാണ്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മുടെ രാജ്യത്തേക്കും ഈ സംസ്ഥാനത്തേക്കും ലക്ഷദ്വീപിലേക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പ്രചരണം ഉണ്ടായിരുന്നു. ധാരാളം പരിശ്രമം ആ വഴിക്ക് അവർ നടത്തിയതാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും സഹാബികളും ഒക്കെ നിർവഹിച്ച ദഅവത്തിന്റെ പാതയിൽ നമ്മൾ എന്ത് നിർവഹിക്കുന്നു എന്നതിനെ കുറിച്ചും കൂടി ഈ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദഅവത്ത് പ്രഥമമായി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആരംഭിക്കുക. മക്കളോട്, ഇണകളോട്, പിതാവിനോട്, മാതാവിനോട്, അടുത്തവരോട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ശുഅറായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ദൗത്യവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യമായി കൽപ്പിച്ചത് അടുത്ത ബന്ധുക്കളോട് ഈ ദഅവത്തിന്റെ പടച്ചറബിനെ കുറിച്ചുള്ള ഉത്ബോധനത്തെ താങ്കൾ എത്തിക്കണം, അറിയിക്കണം, മുന്നറിയിപ്പ് നൽകണം എന്ന് പറയാം. 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 74-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. പിതാവിനോട് സംസാരിക്കുകയാണ്. വഇദ് ഖാല ഇബ്രാഹിമു ലിറബ്ബിഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗഫക ഫീ ളലാലിൻ മുബീൻ. വഇദ് ഖാല ഇബ്രാഹിമു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം തന്റെ പിതാവിനോട് ആസർ എന്ന പേരിലുള്ള തന്റെ പിതാവിനോട് ഇബ്രാഹിം പ്രവാചകൻ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. അതത്തഖിദു അസ്നാമൻ ആലിഹ താങ്കൾ ദൈവങ്ങളാക്കിക്കൊണ്ട് ബിംബങ്ങളെ കുത്തിയുണ്ടാക്കി ആരാധിക്കുകയാണോ? അതിനവസരം ഒരുക്കുകയാണോ? അതിന് ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കുകയാണോ? ഇന്നി അറാക പിതാവെ താങ്കളെ ഞാൻ കാണുന്നത് വഖൗമക ഇങ്ങനെ ആരാധിക്കുന്ന സമൂഹത്തെ ഞാൻ കാണുന്നു ഫീ ളലാലിൻ മുബീൻ നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്. നിങ്ങൾ അങ്ങനെ വഴികേടിലായി പോകുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഗുണകാംക്ഷയുള്ള പ്രബോധകനാണ്.
എന്ന നിലക്ക് ഇബ്രാഹിം പ്രവാചകൻ തന്റെ പിതാവിനോട് സംസാരിക്കുകയാണ്. 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 42-ാമത്തെ ആയത്തിലും തന്റെ പിതാവിനോട് പറയാം. ആ പറയുന്ന പ്രയോഗം പോലും നിങ്ങൾ നോക്കൂ. പ്രബോധന സംസ്കാരത്തിൽ പ്രബോധകരിലും പ്രഭാഷകരിലും ഉണ്ടായിരിക്കേണ്ട പദസംസ്കാരത്തെ കുറിച്ച് വളരെ മനോഹരമായി കൃത്യവ്യക്തമായി സുതാര്യവും സുന്ദരവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന രീതി നോക്കൂ നിങ്ങൾ. യാ അബത്തി എന്നാണ് ഇബ്രാഹിം പ്രവാചകൻ തന്റെ പിതാവിനോട് തൗഹീദി ഗരിമയും തൗഹീദിന്റെ മഹാത്മ്യവും അതിന്റെ പ്രാധാന്യവും ശിർക്കിനെ സംബന്ധിച്ചുള്ള ബോധനവും നൽകിയെടുത്ത് പ്രയോഗിച്ചത് യാ അബത്തി എന്റെ പൊന്നു പിതാവേ എന്നാണ്. അല്ലാത്തൊരു പ്രയോഗം. യാ അബത്തി എന്റെ പൊന്നു പിതാവേ ലിമ തഅബുദു, താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത്? മാദാ യസ്മഉ കേൾക്കാത്ത, വലാ യുബ്സിറു കാണാത്ത, വലാ യുഗ്നി അൻക ശൈഅ, താങ്കളുടെ വിഷയത്തിൽ ഒന്നും ചെയ്യാത്ത ഈ ആരാധന വസ്തുക്കളെ ബിംബങ്ങളെ എന്തിന് താങ്കൾ ആരാധിക്കുന്ന പൊന്നു പിതാവേ എന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹം കലർത്തിയിട്ടുള്ള സംഭാഷണം പിതാവുമായി നടത്തുകയാണ്. ശൈലി പ്രബോധന മേഖലയിൽ വളരെ പ്രധാനമാണ്. ആളുകളെ വെറുപ്പിക്കുന്ന സംസാരവും ആളുകളെ വെറുപ്പിക്കുന്ന വോയിസുകളും കമന്റുകളും അല്ല ഉണ്ടാകേണ്ടത്. പ്രബോധന സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയണം, ഞങ്ങളെ നരകത്തിൽ നിന്നും ഐഹിക ലോകത്തെ ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും സകല കെട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സന്ദേശമാണ് ആ പ്രഭാഷകൻ, ആ പ്രബോധകൻ സംസാരിക്കുന്നതെന്നും പറയുന്നതെന്നും മനസ്സിലാക്കുവാൻ കഴിയണം. നാവിൽ നിന്ന് ചെവിയോടല്ല സംസാരിക്കേണ്ടത്, നാവിൽ നിന്ന് ഹൃദയത്തോട് സംസാരിക്കാൻ കഴിയണം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് സംവേദനക്ഷമയുള്ള സംസാര പ്രബോധനമാണ് പുതിയ കാലത്ത് ക്രിയാത്മകമായി തീരുന്നത്, ഫലവത്തായി തീരുന്നത് എന്ന് പ്രബോധക സംഘങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇബ്രാഹിം ഇല്ലത്തിന്റെ ചരിത്രപാഠം. അതാണ് ഇബ്രാഹിം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. അത് തന്നെയാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഫിലോസഫർ സ്വന്തം മകനോട് ശിർക്കിന്റെ ഗൗരവം ബോധിപ്പിക്കുന്ന സമയത്ത് പ്രയോഗിച്ച പദവും യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. നമ്മൾ മക്കൾക്ക് പാരന്റിംഗ് നടത്താറുണ്ട്, മക്കളെ നല്ല വഴിക്ക് സഞ്ചാരം നടത്താറുണ്ട്, മക്കൾക്ക് ഉത്ബോധനവും ശാസനയും നടത്താറുണ്ട്. എന്നാൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പിതാവ് തന്റെ മകന് കൊടുത്ത ഉപദേശത്തിൽ അതിന് വിശുദ്ധ സൂറത്തുൽ ലുഖ്മാനിൽ പ്രയോഗിച്ചത് യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ എന്നാണ്. സ്നേഹനിധിയായ എന്റെ മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ പടച്ചറപ്പിൽ പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് മഹാപാതകമാണ് എന്നാണ്. അപ്പൊ മക്കളുടെയും പ്രബോധിത സമൂഹത്തിന്റെയും മാതാവിന്റെയും പിതാവിന്റെയും അയൽവാസികളുടെയും സഹയാത്രക്കാരുടെയും സഹജോലിക്കാരുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ മനസ്സിൽ ഇടം നേടിയെടുത്തുകൊണ്ടായിരിക്കണം, ആ ഇടം ലഭിക്കുന്ന വിധത്തിലുള്ള സംഭാഷണം നടത്തിക്കൊണ്ടായിരിക്കണം പ്രബോധന പ്രവർത്തനങ്ങളിലെ സംസാരവും സതുപദേശവും സാരോപദേശവും ഒക്കെ ഇസ്ലാമിക ഉമ്മത്തും പ്രബോധന സംഘങ്ങളും പ്രബോധകന്മാരും അഥവാ നമ്മളെല്ലാവരും നിർവഹിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ അറിയിക്കുകയാണ്. നേരത്തെ ഈ ആയത്തിൽ ഹിക്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഹിക്മത്തോട് കൂടിയുള്ള പ്രബോധനം നടത്തണമെന്നാണ്. ഹിക്മത്തോടുകൂടി പ്രബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ കാലത്തെ തിരിച്ചറിയണം, പ്രബോധിത മനഃശാസ്ത്രം മനസ്സിലാക്കണം, ഏത് സമയത്ത് എന്ത് ഉപദേശം കൊടുക്കണം എന്നതിനെ കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകണം. സാഹചര്യം അനുസരിച്ചാണ് സന്ദേശങ്ങൾ നൽകേണ്ടത്. പ്രവാചകന്റെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. പ്രവാചകനുമായി സംസാരിച്ച് സഹവസിച്ചവരൊക്കെ സഹാബികളാണ്. ആ സഹാബി പ്രവാചകന്റെ അരികിൽ വന്ന് പറയാ, എനിക്കൊരു ഉപദേശം നൽകണമെന്ന്. നമ്മൾ പറയുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഉപദേശം തൗഹീദി വചനം തന്നെയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഇടങ്ങളിൽ പ്രബോധിത സമൂഹത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി ഉപദേശം നൽകിയ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ആ സഹാബിയോട് പ്രവാചകൻ ആദ്യം പറഞ്ഞത് നീ കോപിക്കരുത് എന്നാണ്. നീ കോപിക്കരുത് എന്ന് അതല്ല, അപ്പൊ സഹാബിക്ക് തോന്നുകയാണ് ഇതല്ലാത്തൊരു ഗൗരവപ്പെട്ട ഉപദേശം എനിക്ക് നൽകണമെന്ന് പറയാൻ. വീണ്ടും പ്രവാചകൻ ആവർത്തിക്കുകയാണ്, നീ കോപിക്കരുത് എന്ന് പറയാൻ. മൂന്നാമത് പ്രവാചകൻ അത് തന്നെ ആവർത്തിക്കുകയാണ്. അപ്പൊ കോണ്ടക്സ്റ്റ് അനുസരിച്ച് സാഹചര്യം അനുസരിച്ചുകൊണ്ട് എന്താണോ പ്രബോധിത സമൂഹത്തിനും നമ്മോട് ഉപദേശം തേടുന്നവനും വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തോടെ ഹിക്മത്തോടെ യുക്തിദീക്ഷയോടെ അത് കൊടുക്കുവാനുള്ള പക്വത കൂടി ദാഇമാർക്കും പ്രബോധകന്മാർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് നിർവഹിച്ചു. കാരണം നമ്രൂദിനോട് പറഞ്ഞിടത്തും അതേപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്ന പ്രബോധിത സമൂഹത്തോട് സംസാരിച്ച ഇടങ്ങളിൽ വിശുദ്ധ ഖുർആൻ അത് അറിയിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ
76, 77, 78, 79 വരെയുള്ള സൂക്തങ്ങളിൽ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ആ സമൂഹത്തോട് ഇബ്രാഹിം നബിയുടെ സംഭാഷണം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, രാത്രി മൂടിക്കഴിഞ്ഞപ്പോൾ അവരതാ നക്ഷത്രങ്ങളെ കാണുകയാണ്. ഇബ്രാഹിം നബി പറയാണ് അതെന്റെ റബ്ബാണ് എന്ന്. നക്ഷത്രങ്ങളെ ചൂണ്ടി അതെന്റെ റബ്ബാണ് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി ശിർക്ക് ചെയ്തോ? ശിർക്ക് ചെയ്തിട്ടില്ല. ഇബ്രാഹിം നബിക്ക് നേരെ ആ ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, സൂര്യനെ സൃഷ്ടിച്ച പടച്ചറപ്പിനെ ഡയറക്റ്റായി പരിചയപ്പെടുത്തിയാൽ പോരെ, മതിയായിരുന്നു. പക്ഷേ സമൂഹത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി ആ നിലവാരം അളന്നെടുത്ത് ആ രൂപത്തിലേക്ക് അവരെ ആദ്യമായി എത്തിക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് ഹിക്മത്ത് ആ പ്രവാചകൻ പ്രയോഗിക്കുകയാണ്. എന്നിട്ട് പറയണം അങ്ങനെ അസ്തമിച്ചു കഴിഞ്ഞപ്പോ അസ്തമിച്ചു പോകുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. വീണ്ടും അടുത്ത ആയത്തിൽ പിന്നീട് ചന്ദ്രൻ വരികയാണ്, അതങ്ങനെ തെളിഞ്ഞു കാണുകയാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതാണ് എന്റെ റബ്ബ് എന്ന് പറയുന്നു. അതും അസ്തമിക്കുകയാണ്. എന്റെ റബ്ബെങ്ങാനും എനിക്ക് യഥാർത്ഥത്തിലുള്ള സന്മാർഗം നൽകിയില്ലായിരുന്നു എങ്കിൽ ഞാൻ വഴിവിളിച്ചു പോകുമായിരുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അറിയാം. തുടർന്ന് വരുന്ന ആയത്തിൽ ആ ഘട്ടങ്ങൾ നമ്മൾ ആലോചിക്കണം. പിന്നീട് സൂര്യൻ വരികയാണ്. കൂടുതൽ പ്രശോഭിതമായി സൂര്യൻ കടന്നു വരുന്നു. അതാണ് എന്റെ റബ്ബ്, അതാണ് നമ്മൾ ഇന്നലെ രാവിലെ കണ്ടതിനേക്കാളും ഏറ്റവും പ്രകടമായതും ഏറ്റവും വലുപ്പമുള്ളതും അതാണ്. എന്നാൽ അതും അസ്തമിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവസാനം നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നൊക്കെ, അഥവാ ഈ അസ്തമിച്ചു പോകുന്ന സൂര്യനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം ഞാനിതാ സംരക്ഷിതനാണ്, ഞാനിതാ അതിൽ നിന്ന് മോചിതനാണ്. അവയൊന്നും ഞാൻ ആരാധിക്കുന്നില്ല. അതിനെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിക്കുന്നവരെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന മെസ്സേജ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കൈമാറുകയാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ പറഞ്ഞത് ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ എന്റെ സ്വത്വത്തെ, ഞാൻ എന്റെ മുഖത്തെ പടച്ച റബ്ബിനെ, ആരാണ് റബ്ബെന്ന് പറയുന്നത്? ഉജാമുയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം, ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം. വാനവും ഭൂമിയും പ്രവിശാലമായും സാമ്രാജ്യ സാരഥി എന്റെ ദൈവം, സാമ്രാജ്യ സാരഥി എന്റെ ദൈവം. ആ റബ്ബിനെ പരിചയപ്പെടുത്തിയ ആ അർത്ഥത്തെ രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയുടെ കാവ്യ ആവിഷ്കാരം നടത്തി മർഹൂം സയ്യിദ് മൗലവി രണ്ടത്താണി, നവോത്ഥാന നായകൻ, അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ പുത്രൻ അബ്ദുറഹ്മാൻ അൻസാരി ആയത്തുൽ കുർസി കാവ്യ രൂപത്തിൽ നൽകുകയാണ്. അഥവാ അതിന്റെ ആയത്തുൽ കുർസിയിലുണ്ട് എങ്കിൽ അതേ രൂപത്തിൽ ഒരു പ്രയോഗമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയത്. ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച നാഥന് ഞാനിതാ വഴിപ്പെട്ടിരിക്കുന്നു, എന്റെ സ്വത്വത്തെ തിരിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരല്ല, ഒരു തരിമ്പും ശിർക്കിനെതിരില്ല എന്ന് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഹിക്മത്തോടുകൂടി, മൗഢ്യത്തോടുകൂടി, യുക്തിദീക്ഷയോടെ, ഗുണകാംക്ഷയോടെ നിർവഹിക്കപ്പെടേണ്ട ദഅവത്ത് നിരന്തരമായി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം. അദ്ദീനു വന്നസീഹ, മതം ഗുണകാംക്ഷയാണ്. ഗുണകാംക്ഷയോടെ എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് കുടുംബത്തിലും സമൂഹത്തിലും നിർവഹിക്കപ്പെടണം. അതിന്റെ യുക്തിദീക്ഷ ഭരണാധികാരിയായിട്ടുള്ള നമ്രൂദിനോട് ഇബ്രാഹിം നിർവഹിക്കുമ്പോൾ ഞാനിതാ പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറബിനെ പരിചയപ്പെടുത്തുന്നു എന്ന നിലയ്ക്ക് ഞാനിതാ അള്ളാഹു വേണ്ടി സംസാരിക്കുകയാണ്. അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും എന്ന് പറഞ്ഞപ്പോ നമ്രൂദ് പറഞ്ഞത് ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും. രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ 258-ാമത്തെ ആയത്തിലുണ്ട്. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിം ഫീ റബ്ബി അൻ അതാഹു മുൽക ഇദ ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യി വയുമീത് ഖാല അന ഉഹ്യി വഉമീത്. ഞാനും ജീവിപ്പിക്കും മരിക്കും എന്ന് പറയാം.
ആരെ നമ്മളോട് പറയാൻ, ഒരാളെ കൊണ്ടുവരാൻ, ഒരാളെ വെറുതെ വിടാൻ, നീ ജീവിച്ചോ, നീ പോയിക്കോ, മറ്റൊരാളെ കൊല്ലാൻ, ഞാൻ ഒരാളെ ജീവിക്കാൻ വിട്ടു, ഒരാളെ ഞാൻ മരിപ്പിക്കുകയും ചെയ്തു എന്ന് പറയാൻ, അവ ഹിക്മത്ത് വർക്കൗട്ട് ചെയ്യാൻ ഇബ്രാഹിം പറയാൻ, എന്റെ റബ്ബ് സൂര്യനെ കിഴക്കിൽ നിന്ന് കൊണ്ടുവരികയാണ്, എന്നാൽ നീ അതിനെ പടിഞ്ഞാറിന് കൊണ്ടുപോവാ, അതിനെ ഉദിപ്പിക്ക്, അതിനെ ഉയർത്തിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞ സമയത്ത് നമ്രൂദ് നിസ്സഹായനായി. നമ്രൂദിന്റെ സർവവും ഒന്നുമല്ലാതെ നിഷ്പ്രഭമായി തീർന്നു. അക്രമികളെ, അന്യായം പ്രവർത്തിക്കുന്നവരെ, ചിന്തിക്കാൻ വകുപ്പ് തേടാത്തവരെ പടച്ചറബ് സന്മാർഗത്തിലേക്ക് എത്തിക്കുകയില്ല എന്നുകൂടി പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത് തീർച്ചയായും ഈ ദഅവത്ത്, ഇത് നിർവഹിക്കേണ്ട രീതി, അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രതിഫലം, ആ അമാനത്തിന്റെ ഗൗരവവും കനവും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഒരു നമസ്കാരവും നോമ്പും അതേപോലെ തന്നെ ഹജ്ജും ഉംറയും മാത്രമല്ല വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ളത്. പ്രവാചക പരമ്പരകൾ നിർവഹിച്ച, സഹാബികൾ നിർവഹിച്ച ദഅവത്ത് എന്ന ദൗത്യത്തിന് മുന്നിൽ നടക്കാൻ നമ്മൾ പ്രാപ്തി നേടണം. അല്ലാഹുവിന്റെ ഒരു ആയത്തെങ്കിലും ജനസമക്ഷം നമ്മൾ എത്തിക്കണം. അത് എത്തിക്കേണ്ട രൂപത്തിൽ എത്തിക്കപ്പെടുകയും ചെയ്യണം. ഇസ്ലാമോഫോബിയയുടെ കാലത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, പ്രാമാണികമായിക്കൊണ്ട് ഇസ്ലാമിനെ എത്രത്തോളം സമൂഹത്തിൽ എത്തിക്കേണ്ടതുണ്ട്, അതിന്റെ സാങ്കേതിക സങ്കേതങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതേപോലെ തന്നെ ബഹുസ്വരതയും പ്രബോധന പ്രത്യക്ഷ രംഗങ്ങളും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് പറയേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്കുള്ള വിളിയെ വിശുദ്ധിയോടെ, മറ്റുള്ളവർക്ക് വിമോചനത്തിന് വഴിയൊരുക്കിക്കൊണ്ട് അവധാനതയോടെ നിർവഹിക്കുന്ന മുൻകുദ്ധരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. واشهد ان لا اله الا الله صلى الله على نبينا محمد وعلى اله وصحبه ومن تبعه باحسان الى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ പുതിയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് പരമകാരുണ്യകനായ പടച്ചറപ്പിന്റെ കാരുണ്യം ഇരു ലോകത്തും നേടിയെടുക്കുന്നവരിൽ ഉൾപ്പെടുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് 10 ശേഷമുള്ള ദിനമാണ്. യൗമുൽ ഖദർ, അയ്യാമു തശ്രീഖിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അല്ലാഹുവിന്റെ സവിധത്തിൽ മഹത്തരമുള്ള ദിനമാണ് യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖദർ എന്നാണ്. ബലി പെരുന്നാളിൽ ബലിയുടെ ദിനവും അതേപോലെ തന്നെ തുടർന്നു വരുന്ന യൗമുൽ ഖദർ എന്ന്. ഹാജിമാരൊക്കെ ധാരാളം ദിക്ർ ദുആകളിലായി ശേഷിക്കുന്ന കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളും നിരന്തരമായ കർമ്മങ്ങളിലായിരിക്കണം. വിശിഷ്യ തക്ബീറുകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ യാത്രകളിലും അതേപോലെ തന്നെ മസ്ജിദിലേക്കുള്ള വരവിലും പോക്കിലും മസ്ജിദുകളിലും ഏതൊക്കെ സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നുവോ ആ സമയത്തൊക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന തക്ബീറും അതേപോലെ സ്വർഗ്ഗത്തിലെ കൻസ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നാവിന് പറയാൻ എളുപ്പമുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത്തരം ദിക്റുകൾ കൊണ്ട് നാവിനെ നനയിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഊഷ്മളത നേടിയെടുക്കേണ്ട സമയമാണ് ഈ അയ്യാമു തശ്രീഖിന്റെ അനുഗ്രഹീതമായ മണിക്കൂറുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളും മക്കളും ഒക്കെ ഒരുമിച്ച് നിർവഹിക്കണം. യാത്രകളൊക്കെ ഉണ്ടാകും, വിനോദങ്ങളൊക്കെ ഉണ്ടാകും. എവിടെ പോകുമ്പോഴും വാഹനം പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഒരുമിച്ച് ഒരു 5 തക്ബീർ ഒരുമിച്ച്, ഒരു 10 തക്ബീർ ഒരുമിച്ച് എന്ന നിലയ്ക്ക് ഒരുമിച്ചൊന്ന് കുടുംബസമേതം ചൊല്ലി നോക്കൂ. നിങ്ങൾ ഹാളിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് പടച്ചറബിനൊന്ന് മഹത്വപ്പെടുത്തി നോക്കൂ. നിങ്ങൾ പുതിയ കാല മൊബൈലുകളും അതിന്റെ അഡിക്ഷനുകളും മൊബൈലിൽ മാറ്റിവെക്കാത്ത രൂപത്തിൽ പ്രായഭേദമത് എല്ലാവരും അങ്ങനെ അതിലൂടെ ചടഞ്ഞുകൂടി ബന്ധങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തേണ്ട സമയത്ത് പോലും പടപ്പുകളെയും മറന്ന് പടച്ചറബിനെയും മറക്കുന്ന അവസ്ഥ ഇത്തരം പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിൽ നമുക്കുണ്ടാകാൻ പാടില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങണം, കുടുംബത്തിലേക്ക് ഇറങ്ങണം, പടച്ചറബിലേക്ക് അടുക്കണം. അതുകൊണ്ട് ശേഷിക്കുന്ന ഈ നിമിഷത്തെ കൂടുതൽ ജാഗ്രതയോടെ നല്ല നീയത്തോടെ സൽക്രമനിരതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിനങ്ങളിൽ ദുൽഹജ്ജ് മാസത്തിന്റെ തുടക്കം മുതൽ ഈ ദിനങ്ങളിലടക്കം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും പൂർണ്ണ പ്രതിഫലം നൽകി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ,
ഞങ്ങളിൽ നിന്ന് യാത്ര പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർ, അതിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ പൂർത്തീകരിച്ചവർ, മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നീ നൽകണമേ നാഥ. പിറന്നു വീണ കുഞ്ഞിന് സമാനമായി മാനസിക നൈർമല്യത്തോടുകൂടി സർവ്വവിശ്വാസികളെയും ഉൾക്കൊള്ളാൻ പാകത്തിൽ ഞങ്ങൾക്ക് മുന്നിൽ നടക്കാൻ, വിശ്വാസി സമൂഹത്തിന്റെ ഐക്യം ഭദ്രമാക്കാൻ പടച്ചറബെ മുന്നിൽ നടക്കുന്നവരാക്കി ഹാജിമാരെ മാറ്റിപ്പണിയാണ്. സാമൂഹിക രംഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങൾ, അധർമ്മങ്ങൾ, അശ്ലീലതകൾ, ആവാസങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ ധർമ്മത്തിന്റെ, നന്മയുടെ, തൗഹീദിന്റെ, തവക്കുലിന്റെ, തസ്ബീഹിന്റെ, തർബിയത്തിന്റെ കൂടെ കുടുംബസമേതം മുന്നിൽ നടക്കാനുള്ള പ്രാപ്തിയും തൗഫീഖും ഞങ്ങൾക്കും മക്കൾക്കും ഇണകൾക്കും നൽകണമേ നാഥ. ഇബ്രാഹിം മില്ലത്തിലെ ആദർശ കുടുംബത്തെ ആവിഷ്കരിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ ചൊരിയണമേ റബ്ബേ. തക്ബീറുകൾ കൊണ്ട്, തഹ്ലീലുകൾ കൊണ്ട്, തഹ്മീദുകൾ കൊണ്ട്, തസ്ബീഹുകൾ കൊണ്ട് നാവിനെ നനവുള്ളതാക്കിക്കൊണ്ട് നിന്നെ കുറിച്ച് ഓർത്തുകൊണ്ട് നിന്റെ ഇഷ്ടദാസി ദാസന്മാരിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം മരിക്കുവോളം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അല്ലാഹുവേ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചു കൂട്ടണമേ റബ്ബേ. വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, രക്തസാക്ഷികളായി തീർന്നവർ, ജന്മനാടിൽ അഭയാർത്ഥികളായി മാറിയ പരിസ്ഥിതി മനുഷ്യ നിവാസികൾ, അല്ലാഹുവേ അവർക്കെല്ലാം നീ അതിജീവനം നൽകണമേ നാഥ. ഇനിയും അശാന്തിക്ക് വേണ്ടി കൊണ്ടുകൊണ്ടിരിക്കുന്നവരുടെ സർവ്വകുതന്ത്രങ്ങളെ നീ തകർക്കണമേ നാഥ. പശ്ചിമേഷ്യ അശാന്തിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്ന ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാനുള്ള വിവേകം ഭരണാധികാരികൾക്ക് നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, രോഗികളായ ആളുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ, മക്കളിൽ, ഇടകളിൽ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞവരിൽ ഞങ്ങളുടെ സംവിധാനത്തിന്റെ സഹപ്രവർത്തകൻ വലിയൊരു മേജർ സർജറിക്ക് വിധേയമാകാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിജയകരമായി പൂർത്തീകരിക്കുമാറാകട്ടെ, പൂർണ്ണ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു സഹപ്രവർത്തകൻ ഈ അടുത്ത് മരണപ്പെടുകയുണ്ടായി. വടകരയിൽ കുത്തുബ പറഞ്ഞ അവിടുത്തെ സ്ഥലത്ത് BSMനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു സഹോദരന്റെ പിതാവ് മാതാവ് മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم إنا نسألك النجاة والفوز في الدنيا والآخرة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصر إخواننا في فلسطين. اللهم انصر المظلومين في جميع أنحاء العالم، خاصة في لبنان وفي إيران وفي غزة وفي فلسطين وفي الشرق الأوسط وفي الخليج. ربنا تقبل دعاءنا، ربنا تقبل أضحيتنا، ربنا تقبل حجتنا، ربنا تقبل عمرتنا، ربنا تقبل أذكارنا، ربنا تقبل تكبيراتنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.